ശരീരം അനങ്ങാണ്ട് എങ്ങനെ കാശുണ്ടാക്കാന്നാണ് ഞാനടക്കമുള്ള ആളുകൾ ചിന്തിക്കുന്നത്. നമ്മൾ വന്നിട്ട് നല്ല രീതിയിൽ ഒരു കോസ്റ്റ്യൂം ഇട്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനെന്നല്ല ഏതൊരു വ്യക്തി ചെയ്താലും അവർക്ക് ലൈക്കും കമന്റ്സ് ഇല്ല. ആര് ബോൾഡ് കാണിക്കുന്നു, ബോൾഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഡ്രസ്സ് കുറവാണ്. ശരിക്കും നമ്മൾ സമൂഹത്തിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടതാണ് സാർ പറയുന്നത്. ഒരു കാര്യത്തിലും അങ്ങനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് നമ്മുടെ ഇഷ്ടത്തിന് ജീവിച്ചാൽ മതി എന്നുള്ളൊരു ചിന്തയാണ്. സമൂഹം എന്ന് പറയുമ്പോൾ സമൂഹം നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? എന്തെങ്കിലും ചെയ്യുന്നു? വയനാട് ഒരു ദുരന്തം നടന്നില്ലേ? അപ്പൊ അവിടെ ആരും ഇല്ലല്ലോ, സമൂഹമല്ലേ ഉള്ളൂ. അതായത് ഇപ്പോ വയനാട് ഒരു ദുരന്തം നടന്നു, അത് നമ്മൾ മനുഷ്യന്മാരായിട്ട് സൃഷ്ടിച്ചൊരു കാര്യമല്ല. സമൂഹമോ അല്ലെങ്കിൽ എൻ്റെ ഫാമിലിയോ നമ്മളൊന്നുമല്ല, അത് നാച്ചുറലി വന്നൊരു കാര്യം. അതിപ്പോ നമ്മളെ ഒരു ശത്രു ആണെങ്കിൽ പോലും ഒരാൾക്ക് അപകടം സംഭവിച്ച് നമ്മൾ പോയി നോക്കും. അതാണ് മനുഷ്യൻ. വെള്ളപ്പൊക്കത്തിലൂടെ ഉണ്ടായിരുന്നോ? ഇല്ല അവിടെ വെള്ളപ്പൊക്കം ഇല്ലല്ലോ. അപ്പൊ നമ്മളിപ്പോ പെട്ടെന്ന് സേറയുടെ വീടിന്റെ ചുറ്റും വെള്ളപ്പൊക്കം വന്നു ചെയ്താ എന്ത് ചെയ്യും? സമൂഹത്തിൽ ആരെങ്കിലും വരണ്ടേ? വരണം. അപ്പൊ അത് സ്വീകരിക്കില്ലേ? അതായത് ഒരു സമൂഹം ഇങ്ങനെ പറഞ്ഞു, സമൂഹം എന്ന് പറയുന്നത് ഇൻസ്റ്റ ബേസ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ ഈ സമൂഹത്തിനെ നമ്മൾ കാണുന്നില്ല. ഇൻസ്റ്റ ബേസ് ചെയ്തല്ല ഞാൻ പറയുന്നത്. നമ്മുടെ സമൂഹം എന്ന് പറയുന്നത് അത് വളരെ വളരെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു പോയിന്റ്. അതായത് സമൂഹത്തിനെ നോക്കിയല്ല ഞാൻ ജീവിക്കുന്നത്, അത് എൻ്റെ ഇഷ്ടമാണ്, അതെൻ്റെ ഫ്രീഡം ആണെന്ന് ഞാൻ ഉൾപ്പെടെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്, സത്യം പറയാലോ. കാരണം എനിക്ക് സമൂഹത്തിനെ നോക്കി ജീവിക്കേണ്ട ആവശ്യം എനിക്കില്ല. ഞാൻ പണിയെടുക്കുന്നു, ഞാൻ ജീവിക്കുന്നു. പക്ഷേ അതിനെന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് പ്രശ്നം. നാളൊരിക്കൽ ഈ സമൂഹം എപ്പോഴാണ് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളൊരിക്കൽ നമ്മളൊരു ഇഷ്യൂവിൽ വരികയോ ഒരു ബുദ്ധിമുട്ട് സംഭവിക്കുകയോ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ആളുകളില്ലാതെ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ള ചോദിക്കും. അതിപ്പോ അവർക്കും വരുമല്ലോ, അപ്പൊ നമ്മൾ പറഞ്ഞാൽ നമ്മളും പോകുമല്ലോ. അവർക്ക് വരുന്നുള്ള അല്ല, ഞാൻ അങ്ങനത്തെ ചിന്ത പോയിട്ടില്ല. എന്നെ കുറ്റം പറഞ്ഞ ആളുകളാണെങ്കിൽ അവർക്കൊരാവശ്യം വന്നാൽ നമ്മൾ പോവും. കാരണം നമ്മള് വന്നിട്ട് ഒരുപാട് ലൈഫൊന്നും ജീവിക്കുന്നതല്ല. അപ്പൊ നമ്മള് ശരി, എന്റെ അഭിപ്രായം എനിക്ക് പറയാം, എനിക്ക് അങ്ങോട്ട് പറയാനുള്ളതും പറയാം. പക്ഷെ അത് വെച്ചിട്ട് നമ്മൾ ഒരാൾക്ക് ഒരാവശ്യം വരുമ്പോ എന്നെ അവരങ്ങനെ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോവാണ്ടിരിക്കില്ലല്ലോ. പൊതുവെ അറിയാം, ഇപ്പോ മലയാളികളുടെ ഒരു മെന്റാലിറ്റി, എല്ലാ മലയാളികളും അല്ല, സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിലുള്ള കണ്ടന്റുകൾ കാണുന്ന മലയാളികളുടെ ഒരു മെന്റാലിറ്റി, ഒരു സെക്ഷൽ ഫ്രസ്ട്രേഷൻ എന്ന് പറഞ്ഞൊരു സാധനം ഓൾറെഡി ഉണ്ട്, അറിയാലോ. പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല. അപ്പോ ആ ഒരു സെക്ഷലി ഉള്ള ഒരു താല്പര്യത്തെ അല്ലേ മുതലെടുക്കുന്നതെന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് മറുപടി പറയും? എനിക്ക് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ ഒരു വീഡിയോയുടെ കമൻസ് ബേസ് ചെയ്തിട്ടാണ് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അത് 3 കാറ്റഗറിയാണ്. ഒന്ന് മോശമായിട്ട് സംസാരിക്കുന്നവരുണ്ടാവും, ഒന്ന് മോശമായിട്ട് സംസാരിക്കുന്ന ആളുകളെ അവരെ നമുക്ക് വേണ്ടി സംസാരിക്കുന്ന ആളുകളുണ്ട്. അതായത് എല്ലാം ഫേക്ക് എന്ന് വെച്ചാൽ അതാ നമുക്ക് വേണ്ടി സംസാരിക്കുന്നവരുണ്ട്, നമ്മളെ മോശമാക്കി സംസാരിക്കുന്നവരുണ്ട്, നമുക്ക് നല്ല കമൻസ് പറയുന്നവരുണ്ട്. പക്ഷെ നമുക്ക് ഇവരോട് സംസാരിക്കാന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ഇവരുടെ ഒറിജിനൽ ഐഡിയ ആയിരിക്കില്ല. പിന്നെ അങ്ങനെയാണെങ്കിൽ തന്നെ നമുക്ക് അതിനെ ടൈം ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ഒരിക്കലും ഞാനിപ്പോൾ അതിനെന്താ മറുപടി പറയുന്നത്? കമന്റിൽ വന്നിട്ട് സൂപ്പർ ഫിഗർ നിട്ടാ അത് സെറ എടുക്കുന്നത് പോസിറ്റീവായിട്ടാണ്. കാരണം എൻ്റെ ശരീരം സൂപ്പർ ഫിഗർ നല്ല ശരീരമാണെന്ന് പറഞ്ഞു ശരിക്കും പറഞ്ഞ. പക്ഷെ ആൾ ഉദ്ദേശിക്കുന്നത് സെക്ഷലി കോട്ട് ചെയ്താ സംസാരിക്കുന്നത് അല്ലേ? അപ്പൊ അത് സെറ എടുക്കുന്നത് ഏത് രീതിയിലാണ്? അത് ആ വ്യക്തി നമ്മളെ അല്ല, അതായത് നമ്മളെ റീലിനെ ബേസ് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്. അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? അത് തീർച്ചയായിട്ടും നെഗറ്റീവ് ആയിരിക്കും. അപ്പം പക്ഷെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഹോട്ട് ആൻഡ് സെക്സി എന്ന് പറഞ്ഞ പോലെ തന്നെ സൂപ്പർ ഫിഗർ ആണെന്ന് പറഞ്ഞാൽ അത് ഒരു എന്താ പറയുക, ഒരു പോസിറ്റീവ് വേർഡ് അല്ലേ? നമ്മൾ കാണുന്നവർക്ക് അതാണ്. പക്ഷെ നമ്മൾ ശരിക്കും ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം അവരുദ്ദേശിക്കുന്നത് സൂപ്പർ ഫിഗർ വേറെ ഫിഗർ ആണെന്നാണ്. അതങ്ങനെ തന്നെ തോന്നുള്ളൂ. പക്ഷെ എന്നാൽ അതിൽ തന്നെ എനിക്ക് തോന്നുന്നു കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള കുറച്ച് ആളുകളുണ്ട്, അവർ പറയും ഞാൻ ഈ വീഡിയോക്ക് ലൈക്ക് തരില്ല, ഇത് വളരെ മോശമാണ് പറയും. അതേസമയം നമ്മൾ നോർമലി ചെയ്തൊരു വീഡിയോ ആണെങ്കിൽ അവരതിൻ്റെ താഴെ കമൻ്റ് ഇടും, ഇതെനിക്ക് ഇഷ്ടമായി, ഇത് വന്ന് കുഴപ്പമില്ല. അതവരാ മറ്റേ വീഡിയോനെ കമ്പയർ ചെയ്തിട്ടാണ് ഇതിനെ സംസാരിക്കുന്നത്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, നമ്മൾ വന്നിട്ട് നല്ല രീതിയിൽ ഒരു കോസ്റ്റ്യൂം ഇട്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനെന്നല്ല ഏതൊരു വ്യക്തി ചെയ്താലും അവർക്ക് ലൈക്കും കമൻസ് ഇല്ല. ആര് ബോൾഡ് കാണിക്കുന്നു, ബോൾഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഡ്രസ്സ് കുറവാണ്. ഇതാണ് ശരിക്കുള്ള പോയിന്റ്. ഇത് ശരിക്കുണ്ടല്ലോ ബുദ്ധിമുട്ടാണ്.
പെൺകുട്ടികൾക്ക് ഇപ്പൊ ഈ പറഞ്ഞ കാര്യം പറയാൻ ഭയങ്കര ബുദ്ധിമുട്ട്. ഈ കാര്യം പറഞ്ഞാൽ തീരാവുന്ന വിഷയമുള്ളൂ. പക്ഷെ ഇതിന് ഇങ്ങനെ കിടന്ന് ജീവിക്കാനെന്നുള്ള വേട് കൂട്ടിയും ഇതിന് മറ്റു കാര്യങ്ങളൊക്കെ കൂട്ടിയും ഇല്ല. അതെ, ഇവർ ഈ സാധനം പിടിക്കും. പക്ഷെ ഇപ്പം പറഞ്ഞില്ലേ, ഇപ്പൊ സെറ പറഞ്ഞു ഈ പോയിന്റ്. ഇത് എന്തുകൊണ്ടാണ് സെറയെ കൂട്ടുള്ള അല്ലെങ്കിൽ മോഡലിംഗ് ഇഷ്ടപ്പെടുന്ന മോഡലിംഗ് ചെയ്യുന്ന മറ്റ് താരങ്ങൾ പറയാത്തത്? ബോൾഡ് ആയിട്ടൊന്ന് പറഞ്ഞുകൂടാ ഇങ്ങനെയാണ് കാര്യം? അല്ല, ഞാൻ ഒരു കാര്യം വേണ്ടി ഞാൻ സത്യം പറഞ്ഞ ഞാൻ അടക്കമുള്ള ആളുകൾ ഞാൻ ഇൻസ്റ്റാഗ്രാം തുറക്കാറില്ല. കാരണം എന്താന്ന് വെച്ചാല് നമ്മുടെ അമ്മയുടെ പ്രായമുള്ള ആളുകൾ വരെ വളരെ മോശമായിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇപ്പം ഞാൻ ഒരു 35 വയസ്സായി കഴിഞ്ഞാൽ കുറച്ച് ഞാൻ ഒതുങ്ങണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കുറച്ച് ഇപ്പൊ നയൻതാരനെ എടുത്ത് നോക്ക്. പിന്നെ നമ്മുടെ വയസ്സ് എപ്പോഴും വയസ്സ് തന്നെയാ. മേക്കപ്പിനൊക്കെ ഒരു പരിധി ഉണ്ട്. നമുക്ക് വയസ്സൊരു മാറ്റർ അല്ല. അതൊക്കെ ശരിക്കും അവരോട് ഇഷ്ടമല്ലേ? 35 വയസ്സിൽ നമ്മൾ ഒതുങ്ങുന്ന ശരിക്കും ആ ലൈഫിൽ ശരിക്കും ജീവിച്ചുറങ്ങുന്നത് 40 ശരിക്കും ജീവിതം സ്റ്റാർട്ട് ചെയ്യുന്നത്. ജീവിക്കുന്നോണ്ട് കുഴപ്പമില്ല, കാണിക്കാണ്ടിരുന്നാണ്. എന്റെ അടുത്ത് മനസ്സിലാവുന്നില്ല ശരിക്കും. അതാണോ ഇതാണോ ബോൾഡ് എന്ന് പറഞ്ഞിട്ടേ ശരിക്കും തനി നാടൻ സദാചാര ചിന്താഗതി. അല്ല, ഞാൻ ഇപ്പൊ എന്റെ മമ്മി അങ്ങനെ ചെയ്യുമ്പോ എനിക്ക് ഇഷ്ടാവോ? ഇല്ല, എന്റെ മക്കള് വന്നിട്ട് പറ്റില്ല. അത് പറയിപ്പിക്കാണ്ടിരിക്കാൻ എന്റെ അമ്മ നോക്കും. എന്റെ മോള് വലുതായി വരികയാണ്, ഞാൻ ഇങ്ങനെ നടന്നാ പറഞ്ഞ അവർക്കൊരു മൈൻഡ് ഉണ്ടല്ലോ. ഇപ്പൊ ഇട്ടിരിക്കുന്ന കണ്ടന്റ് 35 എനിക്ക് അമ്മയില്ലാത്തോണ്ട് കാണാനില്ല, മക്കളില്ലല്ലോ. ഇപ്പൊ ഇട്ടിരിക്കുന്ന കണ്ടന്റ് 35 വയസ്സിന് ശേഷം കാണൂല, അവിടെ തന്നെ ഉണ്ടാവില്ലേ? അത് കാണും, പക്ഷെ അത് ആളുകൾ എടുക്കുമ്പോ ഒരു ആന്റി ചെയ്യുന്നു. അതല്ല ഇപ്പൊ സെറയ്ക്ക് 35 വയസ്സാകുന്നു. സെറയ്ക്ക് 35 വയസ്സായി. സെറ ആ വീഡിയോസ് എല്ലാം ഡിലീറ്റ് ചെയ്ത് അക്കൗണ്ട് ഡിലീറ്റ് ചെയ്ത് കളയും. എനിക്കൊരു കുട്ടിയായി കഴിഞ്ഞ ഫാമിലി ആയി കഴിഞ്ഞാൽ ഞാൻ അത് സ്റ്റോപ്പ് ചെയ്യും, അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യും, കളയും. അപ്പൊ ബോൾഡ് അപ്പൊ അവിടെ പോകും. അത് ഞാൻ പറഞ്ഞു, നമ്മള് ഇപ്പൊ ഷൈൻ ടോം പറഞ്ഞ പോലെ ഞാൻ ഡയലോഗ് പറയേണ്ടി വരും. ഓരോ പ്രായത്തിലും നമ്മൾ കുഞ്ഞായിരിക്കുമ്പോ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വലുതാവുമ്പോ ചെയ്യാം. നമ്മൾ ഓരോ ഏജ് കൂടുന്തോറും നമ്മളെ ലൈഫിൽ മാറ്റങ്ങൾ വരും. അപ്പോൾ നമ്മുടെ ലൈഫ് കഴിയുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് ആയിരിക്കും സാധാരണ അമ്മമാരുടെ ശ്രദ്ധ. നല്ല ചിന്തയാണ്, അതൊക്കെ ഞാൻ സമ്മതിക്കുന്നു. പ്രവൃത്തിയിലില്ലെന്നാണോ? അതുമല്ല, ഈ പറയുന്നത് കറക്റ്റ് ആണ്, പക്ഷെ എവിടെ ഒരു മിസ്മാച്ച് പോലെ. അതിപ്പോ മിസ്മാച്ച് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പൊ എനിക്ക് ഈ പറഞ്ഞ അതൊന്നും ഇല്ല. അപ്പൊ പിന്നെ എനിക്കിപ്പോ തൽക്കാലം അത് നോക്കേണ്ട കാര്യമില്ലല്ലോ. ഞാനടക്കമുള്ള ആളുകളെ നാശാവാൻ കാരണം ഈ ഒറ്റ ഇൻസ്റ്റാഗ്രാമാണ്. അതിന് ഞാൻ ടിക്ടോക്ക് ഒന്നും ഒരിക്കലും ആക്റ്റീവ് അല്ലാത്ത ഒരാളാ. ഇത് വന്ന് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, പുള്ളിക്കാരി പറഞ്ഞു ഇവിടെ ഇൻസ്റ്റ ഉണ്ട്, നീ വന്ന് നോക്ക് പറഞ്ഞു. അന്ന് തൊട്ട് തുടങ്ങിയതാണ് ഇത്. ഡെയിലി 3 മണിയാകുമ്പോൾ ഇൻസ്റ്റ റീൽ എടുക്കാൻ പോകും. അത് എനിക്കൊരു ഇൻകം കണ്ടിട്ടല്ല, പിന്നെ ഞാൻ അതിനൊരു പാഷനായിട്ട് എടുത്തു. മോഡലിംഗ് ഞാൻ എനിക്ക് തോന്നുന്നു 18ാമത്തെ വയസ്സിൽ തൊട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അന്ന് ഈ ഫീൽഡൊന്നും ഇല്ല. അന്ന് ഇൻസ്റ്റാഗ്രാമും എന്താണെന്നറിയാം സാറാ, ഇപ്പൊ സാറ പറഞ്ഞില്ലേ, സണ്ണി ലിയോൺ ആണെങ്കിലും ഇപ്പോൾ നീളായി ആണെങ്കിലും മറ്റു ആരാണെങ്കിലും ഇത്തരത്തിലുള്ള വീഡിയോസോ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ജീവിക്കാൻ വേണ്ടിയിട്ടാന്ന് പറയുമ്പോൾ സാറ എൻ്റെ അടുത്ത് പറയുമ്പോൾ എനിക്ക് തർക്കിക്കാൻ പറ്റില്ല. കാരണം സാറയുടെ പോയിന്റ് ആണ് പറയുന്നത് ജുബി. പക്ഷെ ഒരു പ്രശ്നം, നാളെ ഒരിക്കൽ ഈ ജീവിക്കാൻ എന്ന് പറയുന്ന വേർഡിന് അടിസ്ഥാനപരമായിട്ടും നമ്മുടെ എന്താ പറയുക, നമ്മുടെ അവസ്ഥയും നമ്മുടെ ഫിനാൻഷ്യലായിട്ട് വരുന്ന ക്രൈസിസും എല്ലാം ആണല്ലോ. നാളെ ഒരിക്കൽ അപ്പോൾ സമൂഹം പറയുന്നത് എന്താ, മാന്യമായിട്ട് ജീവിക്കണം എന്നുള്ള വേർഡായിരിക്കും എപ്പോഴും ഫാമിലി മെമ്പേഴ്സും സമൂഹവും നമ്മുടെ എല്ലാവരും പറയുന്നത് മാന്യമായിട്ട് ജീവിക്കണം. അപ്പോൾ എന്തിനാണ് മാന്യമായിട്ട് ജീവിക്കണം എന്ന് പറഞ്ഞാൽ, ജീവിക്കാൻ എന്ന വേർഡ് ഉപയോഗിച്ചാൽ നാളെ ഒരിക്കലും ഞാൻ എവിടെയെങ്കിലും പോയി മോഷണം നടത്തി അല്ലെങ്കിൽ ഞാനൊരാൾ പറ്റിച്ചു എന്നിട്ട് ഞാൻ പറയാണ് ജീവിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാൽ ഈ വേർഡ് സൈമ ചെയ്ത ആക്ടിവിറ്റിയിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? അപ്പോഴും ഇതേ വേർഡ് പറയും, എടാ നീ മാന്യമായിട്ട് ജീവിക്കണം. അപ്പോൾ ഈ മാന്യതയ്ക്ക് നമുക്ക് പല അർത്ഥമുണ്ട്, അത് തന്നെയാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ പ്രശ്നം. നമ്മൾ അങ്ങനെ ഒരു വേർഡ് പറയുമ്പോൾ നമുക്ക് ആ വേർഡ് എല്ലാ പോയിന്റുകളിലും നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും. ഞാൻ എന്ത് ചെയ്തിട്ടും അതെനിക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടെന്ന് പറയുന്നത് ഒരു അല്ലെങ്കിൽ പറയണം, അതെൻ്റെ ഒരു പാഷനാണ്, അല്ലെങ്കിൽ അതെനിക്ക് ഇഷ്ടപ്പെട്ടുണ്ടെന്ന് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ ജീവിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ആവശ്യമില്ല ആക്ച്വലി, ശരിയല്ലേ? കാരണം ഇപ്പോൾ സെറേനെ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ജോബുള്ളൊരു വ്യക്തിയാണ്. അല്ല, ഞാനിത് പറഞ്ഞത് എന്റെ അങ്ങനെയല്ല. അയ്യോ, അങ്ങനെ ഞാൻ സെറ പറഞ്ഞായിട്ട് എടുക്കുന്നില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് ആ വിഷയത്തിൽ നിന്ന് ടോക്ക് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ വേർഡ് നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള വേർഡാ. ഇതെനിക്ക് ജീവിക്കാൻ വേണ്ടി എൻ്റെ ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ്. ഇപ്പോൾ എന്തിന് ഈ പറഞ്ഞ നിള പോലും ഇന്റർവ്യൂവിൽ വന്നിരുന്ന് പറഞ്ഞ വേർഡ് ഇത് എനിക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അത് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ഒരു അഭിപ്രായം എടുത്താൽ അതൊരു ലക്ഷറി ലൈഫിന് വേണ്ടിയിട്ടാണ്.
അല്ല, നേരത്തെ എന്റെ പറഞ്ഞില്ലേ അഭിപ്രായം വെച്ചിട്ട് ഞാൻ എന്റെ പാഷനാണ്, ഞാൻ ജോലി ചെയ്തിട്ട് ജീവിക്കുന്ന ആളാണ്. ആ അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ഇത് തന്നെ ചെയ്താൽ പോരാ. ഞാൻ ദുബായില് എനിക്ക് ശനി ഞായർ ലീവാണ്. ആ ടൈമിൽ ഞാൻ പോയി ഷൂട്ട് ചെയ്യും. അല്ലാത്ത സമയം നമ്മൾ ജോലിയായിട്ട് ജീവിക്കുന്നവരാണ്. നമ്മൾ ചിന്തിക്കുന്ന പോലെ തന്നെ അവിടെ ഉള്ളവരും ചിന്തിക്കണം നമുക്ക് പറയാൻ പറ്റില്ല. അവര് ചിലപ്പോൾ ഞാൻ സെക്സി എന്ന് പറയുമ്പോൾ അവര് വേറെ രീതിയായിരിക്കും ചിന്തിക്കുക. ഇത് സെക്സി ഒന്നല്ല, ഇത് വേറെ എന്തോ ആണെന്ന്. അല്ല, നമ്മള് ആ വേർഡ് തന്നെ നമ്മുടെ മലയാളികൾ എടുത്തിരിക്കുന്ന വേറെ രീതിയിലാണ്. അതെ അതെ ആണ് നമ്മൾ സെക്സിയാണ്, നമ്മൾ ഹോട്ടാന്നൊക്കെ പറയുന്നതിന് അതിന് വേറൊരു അർത്ഥം കൂടി ഉണ്ട്. അതിന് സ്നേഹമുണ്ട്, അതിന് നമ്മളൊരു പ്രശംസയുണ്ട്, അംഗീകാരമൊക്കെ ഉണ്ട് ശരിക്കും അതിൻ്റെ അകത്ത്. പക്ഷെ എവിടെയോ നമുക്ക് തെറ്റിപ്പോയി ആ വേർഡിനർത്ഥം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.